ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ടൊയോട്ട ഫോർച്യൂണറിൻ്റെ കിടിലെ മോഡിഫിക്കേഷൻ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഫോർച്യൂണർ വന്നിരിക്കുന്ന ഇടുക്കിയിൽ നിന്നാണ്. മിഥുംബ്രോയുടെ വണ്ടിയാണ്. കമ്പനി സീറ്റ് കവർ തന്നെയാണ് വണ്ടിയിലുള്ളത്. ഫുള്ളായിട്ട് റീസ്റ്റോറേഷൻ വർക്കാണ് ചെയ്യുന്നത്. ഫ്രണ്ട് സീറ്റ് ഓൾട്രേഷൻ ചെയ്യുന്നുണ്ട്. കമ്പനി സീറ്റ് കവർ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ടാണ് ഈ വണ്ടിയിൽ സീറ്റ് വർക്ക് ചെയ്യുന്നത്. ഈ വണ്ടിയിൽ അത്യാവശ്യം ഇൻറ്റീരിയറിൽ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. ഫോർച്യൂണറിലെ റീസ്റ്റോറേഷൻ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻറ്റീരിയർ നോക്കാം. വളരെയധികം ഡിഫറൻ്റ് ആയിട്ടൊരു കളറാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഗ്രീൻ കളറാണ്. വുഡ് ഫിനിഷിംഗ് സ്റ്റിയറിംഗ് വീലാണ് വണ്ടിയിലുള്ളത്. സ്പോക്ക് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഹാൻഡ് സ്റ്റിച്ചിങ് ആണ് സ്റ്റിയറിംഗിലും ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സീറ്റ് രണ്ടും ഓൾട്രേഷൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. തൈ സപ്പോർട്ടും സൈഡ് വിങ്സും നല്ലൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. കമ്പനി സെയിം മോഡലിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 70 മാറ്റും വണ്ടിയിൽ ഇട്ടിട്ടുണ്ട്. ഫുള്ളായിട്ട് ബ്ലാക്ക് സ്റ്റിച്ചിങ് വരുന്ന ഡയമണ്ട് ഡിസൈനുള്ള മാറ്റാണ്. കമ്പനി ഡോർപാഡിൽ കൊടുത്തിരുന്ന സെയിം ഡിസൈനിൽ തന്നെയാണ് ഡോർപാഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സീറ്റ് രണ്ടിനും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് സിബ് വരുന്ന രീതിയിലാണ്. എല്ലാ സീറ്റിലും നല്ല രീതിയിൽ ഫോം ചെയ്ത് നല്ലൊരു യാത്രാ കംഫർട്ട് ആക്കി എടുത്തിട്ടുണ്ട്. കമ്പനി വന്നിരുന്ന സെയിം മോഡലുള്ള ആമർസ് തന്നെയാണ് മിഡിൽ സീറ്റിലും ചെയ്തിരിക്കുന്നത്. സ്ലിങ്ക് ഡാർക്ക് ഗ്രീൻ കളർ മെറ്റീരിയലാണ് ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ജെനുവിൻ ലെതറിൽ വരുന്ന സെയിം ടെക്സ്ചറും സെയിം ഫീലിംഗ് തരുന്ന ഒരു മെറ്റീരിയലാണിത്. അതുപോലെ തന്നെ വാഷ് ചെയ്യാൻ പറ്റുന്നതും ഹീറ്റ് വളരെയധികം കുറവുള്ള മെറ്റീരിയലും കൂടിയാണ്. ഫുള്ളായിട്ട് ഗ്രീൻ കളർ മെറ്റീരിയലാണ് സീറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. തേർഡ് റോ സീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ബ്ലാക്ക് മാറ്റ് അടിച്ചിട്ടുണ്ട്. ലഗേജ് ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടിയിൽ ഫുള്ളായിട്ട് ഗ്രീൻ കളർ കയറിയപ്പോൾ ടോട്ടൽ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. നേരിട്ട് കണ്ടാലാണ് ഇതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുക. വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നല്ല വെയിലത്താണ്. അപ്പോൾ ഒരു കളർ വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. വണ്ടി വന്നപ്പോഴുണ്ടായിരുന്ന കമ്പനി സീറ്റ് കവർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഫോർച്യൂണർ പോലത്തെ വലിയ വണ്ടികളും കമ്പനി ജനറൽ ലെതർ സീറ്റ് ഫിറ്റഡ് ആയിട്ട് വരുന്ന വണ്ടികളും ഈ തരത്തിലുള്ള ക്ലോത്ത് റിമൂവ് ആയിട്ടുള്ള സീറ്റ് കവർ ഫിറ്റിംഗ് ആണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ കമ്പനി കൊടുത്തിരിക്കുന്ന ആ ഒരു സീറ്റിൻ്റെ ആ ഒരു ഷേപ്പും ആ കട്ടിങ്ങും എല്ലാം നമുക്ക് നിലനിർത്താൻ പറ്റും. കമ്പനി കൊടുത്തിരിക്കുന്ന കട്ടിങ്ങിൽ തന്നെയാണ് ഈ വണ്ടിയിൽ സീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ പോർഷനിലും ടോപ്പ് വരുന്ന പോർഷനിലും ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡയമണ്ട് കട്ടിംഗ് ആണ്. ഡയമണ്ട് വരുന്ന പോർഷനിലും ഔട്ടറിലും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് നൈലോൺ ഗ്രീൻ കളർ ത്രെഡാണ്. ഫോർച്യൂണിൽ റിസ്റ്റോർ ചെയ്തിരിക്കുന്ന വർക്കുകൾ സീറ്റ് കവർ, ഡോർപാഡ്, സ്റ്റിയറിംഗ്, ഗിയർ നോബ്, കൺസോൾ ബോക്സ്, 70 മാറ്റ് എന്നിവയൊക്കെയാണ്. സ്പോക്ക് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഹാൻഡ് സ്റ്റിച്ചിങ് ആണ് സ്റ്റിയറിംഗിൽ ചെയ്തിരിക്കുന്നത്. വുഡൻ ഫിനിഷിംഗ് വരുന്ന സ്റ്റിയറിംഗ് ആണ്. വുഡൻ ഫിനിഷിംഗ് നിർത്തിക്കൊണ്ടാണ് സ്റ്റിയറിംഗ് കവർ ചെയ്തിരിക്കുന്നത്. ഗിയർ നോബ് ചെയ്തിട്ടുണ്ട്. 2 ഗിയർ നോബും ചെയ്തിരിക്കുന്നത് ഹാൻഡ് സ്റ്റിച്ചിങ് ആണ്. അതുപോലെ തന്നെ കൺസോൾ ബോക്സ് ചെയ്തിട്ടുണ്ട്. കൺസോൾ ബോക്സിലും ഡബിൾ സ്റ്റിച്ചിങ് കൊടുത്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഫോർച്യൂണർ ചെയ്ത വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒരുപാട് ടൈപ്പ് മെറ്റീരിയലും വെറൈറ്റി കളേഴ്സും എല്ലാം അവൈലബിൾ ആണ്. താല്പര്യമുള്ള എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ വണ്ടി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.